ഹായ് മക്കളെ, CBSE ബോർഡ് 2 ബോർഡ് എക്സാമിനേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു അക്കാദമിക് ഇയറാണ് 2025-26. ഇപ്പോൾ ക്ലാസ് 10 CBSEയിൽ പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത്യാവശ്യം ഹാപ്പി ആയിരിക്കും. കാരണം 2 എക്സാമിനേഷൻ ഉണ്ടല്ലോ, 2 ചാൻസ് ഉണ്ടല്ലോ. ആദ്യത്തെ എക്സാം പാളിപ്പോയാലും രണ്ടാമത്തെ എക്സാമിൽ എഴുതിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് കാര്യം, ഈ രണ്ടാമത്തെ എക്സാമിനേഷൻ വരുന്നത് അത്യാവശ്യം ഡിലേ ആയിട്ടാണ്. അതിൻ്റെ റിസൾട്ട് അതിലും ഡിലേ ആവും. നമ്മുടെ കേരളത്തിലെ +1 അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഈ ഡിലേഡ് ആയിട്ട് വരുന്ന റിസൾട്ട് സ്വാധീനിക്കുമെന്ന് ആസ് ഓഫ് നൗ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് റിസൾട്ട് വരും എങ്ങനെയാണെന്നൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്കില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് ഫസ്റ്റ് എക്സാമിനേഷന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിക്ക് ആ എക്സാമിനേഷനിൽ മാത്രം നിങ്ങളുടെ എക്സാം ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുക. സെക്കൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ആൻഡ് സെക്കൻഡ് തിങ് ഈസ്, നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ 2 എക്സാമിൻ്റെ ഇൻ ബിറ്റ്വീൻസ് ഒരുപാട് ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാം സോഷ്യൽ സ്റ്റഡീസ്, അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ് ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് 5-6 ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന്, അതായത് ഇപ്പോൾ +1 എത്തി നിൽക്കുന്ന മക്കൾക്ക് മാത്സ് എക്സാമിന് തൊട്ട് മുന്നേ 10 ദിവസത്തെ സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. അതായത് ഇൻ ബിറ്റ്വീൻ എക്സാംസിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് 5-10 ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ പഠനം അവസാനത്തേക്ക് മാറ്റിവെച്ച് നിങ്ങളുടെ സീനിയേഴ്സൊക്കെ രക്ഷപ്പെട്ട പോലെ, അവസാനം ഇരുന്ന് പഠിച്ച് രക്ഷപ്പെട്ട പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് ആദ്യം മുതലേ പഠിച്ച് ഡിസംബറിൻ്റെ മുന്നേ തന്നെ സിലബസ് കവർ ചെയ്ത് ഡിസംബർ മാസവും ജനുവരി മാസവും റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ അക്കാദമിക് ഇയർ നമുക്ക് ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന നിമിഷത്തേക്കുള്ള പഠനവും കാര്യങ്ങളും ഒന്നും തന്നെ പോസിബിൾ അല്ല. സോ ഈ 2 കാര്യങ്ങൾ മക്കൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ അക്കാദമിക് ഇയറിലെ സ്റ്റഡീസും കാര്യങ്ങളും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പഠനത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗൈഡുകൾ ആവശ്യമുണ്ടെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ്, സയൻസ് എന്ന് പറയുമ്പോൾ 3 ബുക്ക് ഉണ്ടാവും. ഏത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. മാത്തമാറ്റിക്സിൻ്റെ 2 ബുക്ക്, അത്രയും വലിയ ബുക്കാണ് മാത്സ്, അതുകൊണ്ട് 2 ബുക്കാക്കി മാറ്റി. ഈ എല്ലാ ഗൈഡും കൂടെ സൈലത്തിൽ 1500 രൂപയ്ക്ക്, വെറും 1500 റുപ്പീസിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ സ്റ്റോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ചും സൈലത്തിൻ്റെ ഗൈഡും എല്ലാം തന്നെ നിങ്ങളുടെ കൂടെ ഈ അക്കാദമിക് ഇയർ മുഴുവൻ നിന്ന് നിങ്ങളെ ഫുൾ മാർക്ക് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കൊള്ളുക. ബൈ.